പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടായത്. ആദ്യം 3 ദിവസം 5760 രൂപ വരെ ഇടിഞ്ഞ സ്വർണം അടുത്ത 2 ദിവസം കൊണ്ട് വീണ്ടും കുതിച്ചു. 3 ദിവസം കൊണ്ട് പവന് കൂടിയത് 2800 രൂപയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇനിയും കുതിക്കുമോ എന്നതാണ് ആശങ്ക. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തന്നെയാണ് പ്രകടമായത്. ആദ്യ 3 ദിവസങ്ങളിൽ 5760 രൂപ വരെ ഇടിഞ്ഞിരുന്നു സ്വർണം. അടുത്ത 2 ദിവസം കൊണ്ട് വീണ്ടും കുതിക്കുന്ന കാഴ്ചയും കണ്ടു. ജൂൺ 22 വൈകിട്ട് പവന് 1,08,520 രൂപ എന്ന ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണ്ണവില. തുടർന്നുള്ള ദിവസങ്ങളിൽ കുത്തനെ ഇടിഞ്ഞ് ജൂൺ 25 ആയപ്പോഴേക്കും ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കും സ്വർണമെത്തി. 1,02,760 രൂപയിലേക്ക്. എന്നാൽ 25 വൈകിട്ട് വില വീണ്ടും ഉയർന്നു തുടങ്ങി. തുടർന്ന് 2,800 രൂപ വർദ്ധിച്ച് 27 വില 1,05,560 രൂപയിലെത്തി. ഇന്നും അതേ വിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്കുകളും US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയേക്കുമെന്ന ആശങ്കയുമാണ് ആഗോള വിപണിയിൽ പെട്ടെന്നുള്ള ഈ വില വ്യതിയാനത്തിന് കാരണമായതും. പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡ് റിസർവ് വൈകുമെന്ന സൂചനകളെ തുടർന്ന് നിക്ഷേപകർ വ്യാപകമായി തന്നെ ലാഭമെടുപ്പ് നടത്തിയതാണ് വിപണിയിൽ പെട്ടെന്ന് ഇടിവിന് കാരണമായതും. എന്നാൽ പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും കടുത്തതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡും കൂടി. ഇതാണ് ആഭ്യന്തര വിപണിയിലും പെട്ടെന്നുള്ള വിലക്കയറ്റത്തിനും വഴിവെച്ചത്. വില കുറഞ്ഞതോടെ നിക്ഷേപകർ ഡിപ്പ് ബൈയിങ് നടത്തിയതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,000 താഴ്ന്ന ശേഷം ഇപ്പോൾ $488.60 നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ചൈന ഉൾപ്പെടെയുള്ള പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന്റെ വേഗത കുറച്ചതും വിപണിയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര വിപണിയിലെ വിലയിടിവിന്റെ പൂർണ്ണമായ പ്രയോജനം ഇന്ത്യൻ വിപണിക്ക് ലഭിച്ചിട്ടില്ല. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിടുന്നതുകൊണ്ട് സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് ഉയർന്ന നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണ വിലയിൽ ഈ അസ്ഥിരത തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. വരാനിരിക്കുന്ന US തൊഴിൽ വിപണിയിലെ വിവരങ്ങളും പണപ്പെരുപ്പ കണക്കുകളുമായിരിക്കും ഇനി വിലയുടെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നതും. നിലവിലെ സാഹചര്യത്തിൽ വിപണിയിൽ വലിയൊരു വിലയിടിവ് പ്രതീക്ഷിക്കുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വില വീണ്ടും ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നാൽ കേരളത്തിലും വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയേക്കും. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഓഫറുകളിൽ നിന്നും പല ജ്വല്ലറികളും പിന്നോട്ട് പോയി കഴിഞ്ഞു. വില ചാഞ്ചാടുമ്പോൾ ഓഫർ നൽകുന്നത് തങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെന്നാണ് വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.